സത്യം പറയലാണ്. എങ്ങനെ ഡേവിത്ത് കണ്ണാപ്പി എന്ന് പറഞ്ഞപ്പോഴേ ചെലവന്മാരാണ് മറ്റേ ആറാട്ടണ്ണന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അതെന്താ ആറാട്ടണ്ണന്റെ സ്വഭാവം? പടം ഇറങ്ങുന്നതിന് മുമ്പേ മറ്റേ റിവ്യൂ പറയും. അതുപോലെയാണ് പറയുന്നത്. അവനാണെങ്കിൽ അവന്റെ അതേ തൊഴിലാണ് ഇവര് കാണിക്കുന്നത്. നമ്മളാണ് പടം തുടങ്ങി അതിന് മുമ്പേ പറയുന്നത് മറ്റേ അണ്ണൻ മറ്റേ പെർമനന്റ്. വൃത്തിയായിട്ട് അത് തല്ലുകൊള്ളാത്ത തന്നെയാണ്. അവന്മാരുടെ ഗ്യാങ് ഉദ്ഘാടനം ഉണ്ട്, പോയി കണ്ടാലേ. ആരുടെ ഗ്യാങ് ഉദ്ഘാടനം? ഇത് മറ്റേ ടോക്കിയോ മാഞ്ചി. അവന്മാരുടെ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വർഷമല്ല, അളിയൻ റെഡ് ബാൻഡ് ഗ്യാങ് ഹൗസ് ആണാ? ഓ എന്നാ പോവാ. പക്ഷെ അവന്മാരെ നമ്മള് വിളിച്ചിട്ടില്ല. ഇതിലൊരു ട്രിക്ക് ഉണ്ട്. ഞാൻ അത് DC TMG മെമ്പേഴ്സ് കോൾ മീ എന്ന് പറയടാ. ഇതൊരു ശബ്ദം മാറ്റി ചോദിക്കാം, എല്ലാ ഗ്യാങ്ങിനെയും വിളിച്ചോന്ന് ചോദിക്കാം. അപ്പൊ അവന്മാര് പറയുമല്ലോ ജീവ വിളിക്കാൻ മോശമെന്നൊക്കെ പറയാം. DC നമുക്ക് അറിയാവുന്നവര് ഈ 37 പിന്നെ ആർക്കും അറിയാത്ത നമ്പർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. നമ്മളെ വിളിച്ചതാണ്. എല്ലാ ഫുഡ് സേതു എന്താ ചിലതോ ഇല്ല. സേതു വരുന്നില്ലേ? എല്ലാവരും അറിയാത്ത ഏതൊരു എന്താ ചിലതോ അറിയില്ല. സേതു ഒരു ഐക്കോണിക് മാസ്റ്റർ പീസ് തന്നെ അല്ലേ? നിനക്ക് എന്താണ് എനിക്ക് ഒരു ഗ്രഡ്ജും ഇല്ല. ഇവ സിറ്റി കയറാത്തതാണ് എന്റെ ഗ്രഡ്ജ്. ഇവ സിറ്റി കയറിയാലേ ഇവന്റെ ചെവിക്കാളം വീശമാക്കിട്ട് എന്തേലൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലില്ല, ഇവൻ സിറ്റി കയറി കഴിഞ്ഞാൽ ഇവൻ മറ്റേ മുത്തൂറ്റിന്റെ പരിപാടി കാണിക്കുന്നത്. നട്ടല് കൊണ്ട് നേരെ പണം വെച്ച് മുതുക്കിലിരിക്കും ചാരി. അത് നേരെ നിൽക്കുവല്ല നടക്കുക എന്തേലും ചെയ്യും. ഒരു മനുഷ്യരായി കഴിഞ്ഞാൽ അല്ലല്ലേ പറഞ്ഞതാണ്. പെട്ടെന്ന് കിട്ടിയാണോ സിറ്റി വരും? അല്ലല്ലേ പറഞ്ഞതാണ്. അവൻ സിറ്റി വന്ന് ചെയ്യുന്ന കളിക്കണം. അവൻ ആ മുതുക്കി ഇച്ചിരി പോരാ. അവന് വണ്ടിയെ കയറാൻ വയ്യ. അവനൊരു കെടുമ്പ് മറ്റേ ഞാനിപ്പോ പറയാം. ഞാനിപ്പോ ടിവിയിൽ നിൽക്കുന്ന സമയത്ത് വേറൊരു ഗ്യാങ്ങിൽ ഒരു നിന്നെ പോലെ ഏതെങ്കിലും ഒരു രണ്ടാം മണി ഇങ്ങനെ കണ്ണാടി വിട്ട് പച്ച ഉടുപ്പ് ഇട്ട് എന്റെ അടുത്ത് വന്നിട്ട് പ്രത്യേകിച്ച് പച്ചകൾ പറയാൻ കേൾക്കാറില്ല. ഇതുപോലെ ഒരു ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അത് കേട്ടോണ്ടിരിക്കുവോ? അപ്പൊ അത് സേതുവിനും അത്രേ ഉള്ളൂ. അവർ ഗ്യാങ്ങിന്റെ ലീഡറാ, നമ്മുടെ സിറ്റിയിലെ റെപ്യൂട്ടഡ് ഒരു ഗ്യാങ്ങിന്റെ ലീഡറാ. നീ പറയണ കേട്ടോണ്ടിരിക്കുക? ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കട്ടെ. ഇതൊക്കെ സ്വയം ചെയ്യണ്ട. മടിയെന്ന് വിളിക്കും ആൾക്കാര്. ഒരു ഗ്യാങ്ങിന്റെ ലീഡർ ആയ പോലല്ലോ മനുഷ്യര്. ഇപ്പൊ അണ്ണൻ ലീഡറാണെന്ന് പറഞ്ഞാൽ അണ്ണ ഇപ്പൊ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകും, തെക്കോട്ട് പോകും, വടക്കോട്ട് പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവ വന്ന മറ്റേ ചെവിക്കാലം കിടക്ക് 3 മണിക്കൂർ അതിൽ ചാരി ഇരിപ്പാ. നീ വണ്ടി എടുക്ക. നീ സിറ്റിയിൽ ഇല്ലാത്തതിനെ പറ്റി കുറ്റം പറയാണ്ടിരിക്കണം. നീ എല്ലാം തികഞ്ഞു തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ഒരു ജോലിയില്ല. നീ ഒരു കാര്യം എന്തായാലും നമ്മള് അല്ല ഞാൻ ബ്രോ മര്യാദയ്ക്ക് ഓക്കെ പിടിച്ചൂടെ ബ്രോ? അതെന്റെ പോളിസിയാണ്. പെട്ടെന്ന് ഇറങ്ങി തോക്കെടുക്കണത് കണ്ടേ. അല്ല ഞാൻ ചോദിക്കണം, നിന്നോട് ചോദിക്കണെന്ന് പറഞ്ഞ ഇപ്പൊ ടോക്കിയോ മാഞ്ചി ഇപ്പൊ ഞാൻ സിറ്റിയിൽ ഇല്ല. ഞാൻ സിറ്റിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നീ ടോക്കിയോ മാഞ്ചി ഇപ്പൊ ഇങ്ങനെ ഒരു ഇനാഗുറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ നീ അവിടെ പോവോ? പോവണ്ട. പിന്നല്ലാതെ അത് അണ്ണ ഇല്ലെങ്കിൽ നമ്മളല്ലേ അതിന്റെ മറ്റേ കുറവ് നികത്തേണ്ടത്. അങ്ങനെയാണ് പോ. മറ്റേ ഒരു പയ്യൻ ഇടയ്ക്ക് വന്നിട്ട് പോയില്ലായിരുന്നോ നമ്മുടെ കുടുംബത്തില്? മറ്റേ എന്റെ പേരേ ഓർമ്മയില്ല, അവനൊക്കെ മറന്ന്. അവനൊക്കെ ഇവിടാണോ? അവൻ ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ആണോ? ഒന്നുമില്ല, ഞാൻ ഉണ്ട് ധൈര്യമായിട്ട്. അഥവാ അണ്ണന് എന്തേലും അവിടെ റോങ് സൈഡ് ഇത് ചത്ത വിളിച്ച് കിടക്കാനാണ്. ഇതൊക്കെ മനഃപൂർവ്വം വരുന്നതാണ്, മനസ്സിലായ? ഇപ്പൊ ചൈനയിലാക്കിയ ടോക്കിയോ മാഞ്ചി. ഇത് തീട്ടം മാറ്റി പട്ടിത്തീട്ടമാക്കി കണക്കാ ഗ്യാങ് ഹൗസ് അല്ലേ അണ്ണാ? അല്ലല്ല, സൂപ്പർ ഗ്യാങ് ഹൗസ്. ഹലോ, ഇതല്ലേ ടോക്കിയോ മാഞ്ചിയുടെ ഗ്യാങ് ഹൗസ്? ഹലോ ബ്രോ, ഇതല്ലേ ടോക്കിയോ മാഞ്ചിയുടെ ഗ്യാങ് ഹൗസ്? ആദ്യം ചോദിച്ചിട്ട് നാളെ പോയി. ഇവന്റെ അടുത്തല്ലേ ആദ്യം മലയാളത്തിൽ ചോദിച്ചാ? കണ്ണാപ്പി നീ ആര്? വണ്ടി വെളി പാർക്ക് ചെയ്യണം.
നമ്മളന്ന് മനസ്സിലായണം. നമ്മളെന്തൊരു ലോക്കൽ സെറ്റപ്പിലല്ലേ വന്നത്. ആ ഒരു അതായിരുന്നു മനസ്സിലായില്ലേ? ഇല്ല. അടാ ഷെൽബി, തോമസ് ഷെൽബി കഴിഞ്ഞ പ്രാവശ്യം കൈവാക്കിട്ട് അടിച്ചു. ആരും വെൽക്കം പറയാൻ വന്നാ കൊള്ളരുത്. അണ്ണയോടൊക്കെ ഹലോ. ഓ ഹലോ. ആ നിങ്ങളല്ലേ ടോക്കിമേഞ്ചല്ലേ? ഓ കിടല കേട്ടാ ഒരു വരുന്നവര് പറഞ്ഞു തരും. അതെന്താ അടഞ്ഞു മുറിക്കുന്നതൊക്കെ? ഓട്ടോമാറ്റിക് ഡോർ ഓട്ടോമാറ്റിക് ആണ്. ബാക്കിയൊക്കെ എല്ലാരും തിരക്കിലാണ്. എനിക്ക് തോള കാണുമ്പോ നിനക്ക് അടേ നീ വന്നേ. എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നവന്മാരെയാണ് സത്യമായിട്ടും സൂപ്പർ പറഞ്ഞു വരുന്നേ ഉള്ളത്. കൊള്ളാടത് കാണാൻ തന്നെ സൂപ്പറാന്ന് പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. ആ കണ്ടപ്പോ കിടക്കി കേട്ടോ ഇതങ്ങ്. ഗ്ലാസ്സിൽ ചെറിയൊരു ഇച്ചിരി വെള്ളം മുകളിൽ. അപ്പൊ ഒരു നമുക്ക് കാണുമ്പോ ഒരു ഫീൽ കിട്ടും. അന്നാ വെള്ളമല്ല, വെള്ളം അടിയിലാണ്. ഇങ്ങനെ കാണുമ്പോ ഒരു ഫീൽ മാത്രം മതി. അല്ലാണ്ട് ആൾക്കാരെ വെറുതെ ആടി കുളിച്ച് ചെയ്യാനൊക്കെ ഇതാവും. പിന്നെ ഇതിന്റെ അകത്ത് ഉള്ളിലോട്ടുണ്ട് കുറെ ഒളിക്കാൻ വേണ്ടി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഉള്ള ഉള്ള കയറി കുളിച്ച് എന്തിനാ പനി മേടിക്കുന്നത്? കുളിക്കത്തേ ഇല്ലെന്നൊക്കെ പറഞ്ഞു പറയാ. ഇത് ചൈനയൊക്കെ വായിക്കാൻ അറിയാവോ? ടോക്കിയോ എവിടാന്നാണ് നിന്റെ വിചാരം? ജപ്പാനിലല്ല ചൈനയിലാണോ മണ്ട? ഇതാരും ബുദ്ധനാണോ ഇരിക്കുന്നത്? അതാണോ ലീഡർ? കാണാൻ വന്നാരോടെ ബുദ്ധനെ തൊഴിലിന്റെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ലീഡർ. ഇതല്ല സർജറി രമേശ്. ഹായ് ബ്രോ. ഹായ് ഇത് നിങ്ങളുടെ ലീഡർ അല്ലേ? റെഡ്മാൻ ഇല്ല. റെഡ്മാൻ പുറത്താണ്, വന്നില്ല. വരും വന്നോണ്ടിരിക്കാം. ഇന്നാണോ ഇത് വന്നേ? അതോ ഇന്ന് ആഡ് ചെയ്തു നമ്മൾ. ഇന്നാണ് നിങ്ങളുടെ ഗ്യാങ്സ് നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നോ? അല്ല, നമ്മുടെ ടെക്സാസിന്റെ ഏരിയയില്, ടെക്സാസിന്റെ ഏരിയയിൽ. കണ്ണാപ്പിക്ക് അറിയാലോ? കണ്ണാപ്പി അറിയത്തില്ലേ? എനിക്കറിയാം. അവിടെ വെച്ചാണല്ലോ നമ്മള് ടോക്കിയോ മൂച്ചിന്ന് വിളിച്ച് നമ്മളെ പഴയ കാര്യങ്ങൾ ഇനി പറഞ്ഞു. നല്ലൊരു ദിവസമായിട്ട് ഈ പ്രതിമ ഇപ്പൊ ഇറങ്ങിപ്പോവാതെ എന്നേക്കുമായിട്ടുണ്ടോ? ഉറക്കടിക്കും അങ്ങ് പൊക്കോളും. അല്ല അത് കൊള്ളാം. ഇങ്ങനെ ഇരിക്കുന്ന സരക്ക് വന്നില്ല. സിറ്റിന് വേറെ കുറച്ചുണ്ടായിരുന്നു. അവര് കുറച്ച് നമ്മുടെ അണ്ടി ഫാക്ടറിയിൽ നിന്ന് സ്റ്റോക്ക് വരുന്ന ദിവസമാണ്. സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടി പോയേക്കണ്. അതുകൊണ്ട് ഈ അണ്ടിയില്ലാത്തതിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത്. ചിരിച്ചവനൊക്കെ രണ്ടെണ്ണം വെച്ച് കിടക്കുന്നല്ല. അറിയാമോ റെഡ്മാൻ എന്ത് വെച്ച് വരാഞ്ഞത്? റെഡ്മാൻ ഇല്ലടാ, സ്ഥലത്തില്ല. പക്കി വരും. ഇത് കൊള്ളാം. ഇവിടെ കയറിയത് ഇവിടെ കംപ്ലീറ്റ് വ്യൂ ഉണ്ട്. ഇങ്ങനെയാണ് ലെൻസ് കൃത്യം അധികം ആളില്ല. ഓ ഇത് കൊള്ളാല്ലേ വ്യൂ? ചൈനയില് കരാട്ട കിടക്കുന്ന ഒരു ടെമ്പിൾ ഉണ്ടല്ലോ. ജപ്പാനാണ്. അതന്നെ ജപ്പാനിലുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ ഇവൻ പറയണത് ശരിയാട്ടോ. ചൈനയിലും ഈ ഒരു സംഭവം പോലെ ചാലിൻ ടെമ്പിൾ ഉണ്ട്. ശൈലജയോ? ഇല്ല, അവളെ കാണുന്നു. അവളുടെ കണ്ണാക്കിനെങ്ങാണ്ട് ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാ സൈഡിലേക്ക് അതാണ്. അതൊക്കെ വരാം. സൈഡോ ഫ്രണ്ടോ? പക്ഷെ അവളെ കാണരുത്. ശൈലജയെ നോക്കിയാ വെച്ചേക്ക അവളെ.
ഒരു മിനിറ്റ് മറ്റേ പയ്യനെന്തെങ്കിലും ചോദിച്ചു കൊണ്ടാളെ കണ്ടിട്ട് ആര് അസീം ഇല്ലേ നിങ്ങളുടെ കൊച്ചു പിള്ളേരെല്ലാം പഠിച്ച് ക്ഷീണിച്ച് കാണും. അവനെ നിങ്ങൾ ഏത് സ്കൂളിൽ ചേർത്ത് ഇപ്പം ഇവിടെ വന്നിട്ട് പൈസ കളയാനായിട്ട് അന്നേ അവനെ അവിടുത്തെ പ്രിൻസിപ്പൾ എഴുതി ഒപ്പിട്ട് സർട്ടിഫിക്കറ്റ് ഇവൻ മൊണ്ണയാന്ന് പറഞ്ഞു. അതോടെ നമുക്ക് ഒരു ആഹാ ഇത് ആര് പോകുന്നത് ആരാ നിനക്കറിയാവോ? ഓ മറ്റേ ലവള് ഇത് വന്നത് ടീയാണത് തോമസ് എൽബിയുടെ ഗേൾഫ്രണ്ട് അല്ലേ വന്നത്? ഇവൻ ചുമ്മാ എറിയണതാ, നിങ്ങൾ അതിൽ കയറി പിടിക്കല്ലേ. ഇവന് കാണുന്നവരെല്ലാം ഇവന്റെ അച്ഛന്മാരാണ്. അതേപോലെയാണ് അവൻ എല്ലാവരും ഭയങ്കര പരിചയം. അവനങ്ങ് ആരെ കണ്ടാലും പരിചയമാണ്. നമുക്ക് അല്ലാതെ ഈ പരിചയം കാരണമാണ് ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റാത്തത്. ഇവരെണ്ണ ഇവര് ഒരു കാര്യത്തിൽ മാത്രം ഗ്യാഗോസ് ഇതാക്കി സേവ് ഇലക്ട്രിസിറ്റി. ഇവിടെ കറണ്ടിന്റെ ആവശ്യം ഉടനെ തീ പിടിക്കുന്നു മൊത്തത്തിൽ. അല്ല ഈ ലാമ്പൊക്കെ മറ്റേ തീ വെച്ചല്ലേ ഇതാക്കിയേക്കുന്ന കാണിക്കുന്നത് രാത്രി കത്തുന്നത്. ഇതെന്താണ് ബാക്കി പണിയാൻ പൈസ ഇല്ലായിരുന്ന കെട്ടിയിട്ടേക്കാണ ഡാർക്കോസ്. ഓക്കെ അത് മറ്റേ ലെവന്റെ മറ്റേ ബംഗാളിയുടെ അവനൊക്കെ ഉണ്ടല്ലേ എന്നത്. ആഹാ പാലൊക്കെ ഉണ്ടല്ലോ. ഇനി എന്താ വേണം? രണ്ട് പാലത്തെ പാലം വേണ്ടേ? പാലത്തിന് വേണ്ടി ചാടാല സ്റ്റീമാത്തോണ് ഞങ്ങൾ പുക വരും കണ്ടാ. ഇത്രയൊക്കെ പറഞ്ഞിട്ടേ റൂമിലോട്ടാ കൊണ്ടുപോകാൻ ഉള്ള മുട്ട വരെ അറന്നു പോകും ഈ ചൂടത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ. ഒന്നാമേ 40 ഡിഗ്രി അതിനോട് ചൂടത്തൊക്കെ എങ്ങനെ നമുക്ക് സ്റ്റീമാത്തിൽ ഇറങ്ങിയ ഒരു റിഫ്രഷ്മെന്റ് ആണ് മനസ്സിലായി. തണുപ്പും നമുക്ക് എല്ലാം കൂടി ഇതാവും. കൺട്രോൾ ചെയ്യാൻ തണുപ്പും വരും ഇത് വരും ഒരു ഫോഗിന്റെ ഒരു ഇതാണ്. കുറെ ഏരിയ ഉണ്ട് കേട്ടാ ഇവിടെ. പിന്നെ ഗ്യാങ് ഹൗസിൽ കയറി പണിയാൻ പറ്റാത്തത് കൊണ്ട് വലിയ സീനില്ല. പക്ഷെ ഇത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ് കേട്ടാ. അങ്ങനെ വന്നാലും ഇത് കുറെ ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഏരിയ വെളിയിൽ നിന്ന് വരുന്ന ഒരുത്തന്നെ ഏരിയ പഠിക്കാൻ തന്നെ കുറെ നാളെടുക്കും. വെറുതെ മറ്റേ ഞങ്ങളുടെ മറ്റേ പഴയ വീട് പോലെ 2 എൻട്രൻസ് ഒന്നും അല്ല. നിങ്ങളുടെ ഒരുപാട് സ്ഥലമുണ്ട്. ഇത് ഇതൊരു ഡോജോയാണ്. ഇവിടെ മെഡിറ്റേഷനും കാര്യങ്ങളുണ്ട്. ഇവിടെ യോഗ ചെയ്യാൻ രാവിലെ വന്നിട്ട്. എന്താണ് ഗോജോ? മനസ്സിലായില്ല. ഡോജോ നമ്മൾ ബേസിക്കലി ഗോജോ അല്ല ഡോജോ. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ബേസിക്കലി രാവിലെ മെഡിറ്റേറ്റും പിന്നെ ഇച്ചിരി ഞങ്ങളുടെ മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ ഇരിക്കും. അതിനാണോ ഡോജോ എന്ന് പറയണേ? അതിനാണ് ഡോജോ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർഷൽ ആർട്സ് ഒക്കെ വെച്ചായിരിക്കും ഇനി മാറി ഇറങ്ങുന്നത് നിങ്ങൾ? പിന്നല്ല കണ്ടാ മതി. ഡിസിപ്ലിൻ തോക്കൊക്കെ പറ്റി വാള് കൊണ്ട് ഇറങ്ങുന്നത്. ഇറങ്ങും. തോക്ക് മാറ്റില്ല. തോക്കും വാള് കോമ്പിനേഷൻ മനസ്സിലായില്ലേ? അവിടെ എല്ലാം വേണം. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പിടിയുണ്ടാവും. ഞങ്ങൾക്ക് 10-15 ദിവസത്തേക്ക് തോക്ക് പോയിട്ട് ഒരു സ്വന്തം സാമാനത്തിന് സിബ് ഉറക്കമുള്ള പെർമിഷൻ പോലും ഇല്ലെന്നാണ് മേളിയത് പറഞ്ഞേക്കുന്നത്. അത് മറ്റേ കള്ള ഉണ്ടല്ലോ, മറ്റേ കള്ളന്മാര് RDC അവന്മാര് നമ്മളെ പൈസ മേടിച്ചിട്ട് പിന്നെ അവന്മാര് തോന്നുന്ന സിറ്റുവേഷൻ ചെയ്യണം. പിന്നെ അവന് ബാക്കി വേറെ വാറ് വരുമ്പോ അവൻ മറ്റേ ജംഗ്ഷൻ എഴുതി ചായ സീറ്റ് വലിച്ചോണ്ടിരിക്കും. അപ്പൊ ഇല്ലെന്ന് നമ്മള് കാര്യം പറയണല്ലോ. അല്ലാത്ത നമ്മള് കാര്യം വരുമ്പോ ഇത് നിങ്ങളോടൊക്കെ എങ്ങനെയാണ് എൻജിമാൻ പെരുമാറുന്നത്? ഞങ്ങളോട് ഭയങ്കര റൂഡാണ്. എന്താന്ന് അറിഞ്ഞൂടാ. ഭയങ്കര റൂഡാണ്. ഈ വാളും മണ്ടോട്ടൊക്കെ ഇറങ്ങി പക്ഷെ അവിടെ നമുക്ക് വെടിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതായിപ്പോയി. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾക്ക് ഈ എൻജിമാനെ കൊല്ലാൻ താല്പര്യമുണ്ടോ? അയ്യോ ഇല്ല അങ്ങനെ താല്പര്യം വന്നിട്ടില്ല. അവർക്ക് ഗട്സ് ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ അവര് ഇത്ര ഗ്യാങ് ആയിട്ട് സെറ്റപ്പ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അതൊന്നും അല്ല. എപ്പോഴെങ്കിലും അല്ല ബ്രോ, എപ്പോഴെങ്കിലും ഈ ഹെഞ്ചുമാനെ തല്ലിക്കൊല്ലണമെന്ന് തോന്നിയാ എന്നെ ഒന്ന് വിളിക്കണം കേട്ടാ. ഞാൻ ഈ ഹെഞ്ചുമാനെ തല്ലിക്കൊല്ലാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൊസൈറ്റി രൂപീകരണത്തിലാണ്. പക്ഷെ അധികം ആൾക്കാർ അവിടെ അടുക്കണില്ല. ഞാനും കണ്ണപ്പിയാണ് മെയിൻ ഇനിഷ്യേറ്റീവ്. എന്നെ കൊണ്ടുപോയി. ഞാനോർത്ത് ഹെഞ്ചുമാന്റെ പിള്ളേരായിരിക്കും പോയി. എടുത്തോണ്ടൊക്കെ പോയേട്ടാ. ഞങ്ങള് മിഷൻ ഹെഞ്ചുമാനിലാണ് ആക്ച്വലി. ഞങ്ങള് പ്ലാൻ, ഞങ്ങളൊരു സെറ്റ് പ്ലാൻ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് പേര് വേണം, അധികം പേര് വേണം അടിക്കാൻ.
അത് പറഞ്ഞു തരികയാണ്. അത് ഞങ്ങൾ ആലോചിക്കാം. ഞങ്ങളുടെ ഒരു പ്ലാൻ ഇതുണ്ട്, ഞങ്ങളുടെ മനസ്സിലുണ്ട്, അത് പറയാം. എന്തെങ്കിലും താല്പര്യം വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് അടിക്കാം. മറ്റേ സ്കെച്ചിട്ട് വെച്ചതായിരുന്നു മറ്റേ ടൈഗേനെ, അവനെ പൊക്കാറായപ്പോഴത്തേക്കിനും പിരിച്ചു കിട്ടണം. അതാണ് വല്ലാത്തൊരു പ്രശ്നമായത്. ഓ അതെ അതെ, പിരിച്ചു. ഞങ്ങൾ ഏകദേശം എല്ലാം അടിക്കാൻ സെറ്റായി പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അന്നത്തെ ദിവസം ഡിസ്മാൻഡിലായി അവര്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഒരു ഗാർഡൻ. ഇത് ഞങ്ങൾ ഓവർഗ്രോ ചെയ്ത് വെച്ച ഗാർഡൻ ആണ്. ഇവിടെ ഞങ്ങള്